എന്താണ് പരിപാടി? ഇന്ന് നമ്മളുള്ളത് ആറന്മുള അമ്പലത്തിലാണ്. അപ്പോൾ ആറന്മുള അമ്പലത്തിൽ നിന്ന് വള്ളസദ്യ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഞാനും ഉണ്ട്, അമ്മയുണ്ട്. ഈ വർഷവും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾക്ക് വള്ളസദ്യ കഴിക്കാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെ ഇല വന്നു, ഇലയ്ക്കകത്തുള്ള ഉപ്പേരി വന്നു, അവിയൽ വന്നു, തോരൻ വന്നു, ഒരുപാട് കറികൾ വന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചോറ് വന്നു, പരിപ്പ് വന്നു, നെയ്യ് വന്നു, കൂട്ടത്തിൽ പപ്പടം കൂടെ ഇളക്കി ചോറ്. ആ ഒരു പിടി ചോറ് കഴിക്കുക മനസ്സിന് കിട്ടുന്ന ഒരു സുഖം, അത് വള്ളസദ്യ കഴിച്ചവർക്ക് മാത്രമേ ആ ഒരു അനുഭവം അറിയത്തുള്ളൂ. അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവാറന്മുള അപ്പൻ്റെ വള്ളസദ്യ അത്രയ്ക്ക് പേര് കേട്ടതും വർഷത്തിൽ ഒരിക്കൽ ഇത്രയും കറികൾ കൂട്ടി ഒരു സദ്യ എന്ന് പറയുന്നത് ഈ വള്ളസദ്യ തന്നെയാണ്. ഇത് കഴിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ശ്രമിക്കണം. നമുക്ക് വള്ളസദ്യയുടെ കൂപ്പണൊക്കെ കിട്ടാനൊക്കെ പാടൊക്കെ ആയിരിക്കും ഈ സീസൺ ആയതുകൊണ്ട്. പക്ഷേ നിങ്ങളെ പേടിക്കേണ്ട, അഷ്ടമി രോഹിണിയുടെ അന്ന് ഉച്ച തൊട്ട് വൈകിട്ട് 4 മണി വരെ ഈ വള്ളസദ്യ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാ പള്ളിയോടങ്ങൾക്കും 1000 നന്മകൾ നേർന്നുകൊണ്ട് അടുത്ത വർഷവും തിരുവാറന്മുള അപ്പൻ്റെ ഈ വള്ളസദ്യ കഴിക്കാനുള്ള ഭാഗ്യം ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി